ഹായ് ഫ്രണ്ട്സ്, കുറേ നാളായി കേട്ടോ ഉണ്ണിയപ്പം ഉണ്ടാക്കണമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് പച്ചരി വെള്ളത്തിൽ ഒരു 3-4 മണിക്കൂർ കുതിരാനിട്ടിട്ട് ഇത് വെള്ളം വാർന്നു പോകാനായിട്ട് ഇതുപോലെ വച്ചിട്ടുണ്ട്. ഒരു 1.5-2 കിലോയോളം പച്ചരി എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇനി ശർക്കര ഒരു 2 കിലോയോളം ശർക്കര ഇതുപോലെ പാനിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അതിന് മുന്നേ അരിയിൽ 3-4 ഏലക്ക ചേർത്തിട്ടുണ്ട്. ഇനി പലതരത്തിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കാം. ഞാനിവിടെ ഈ രീതിയിലാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. പച്ചരിയിൽ കുറച്ച് ശർക്കര പാനി ചേർത്തൊന്ന് അടിച്ചിട്ട് അതിൻ്റെ കൂടെ പഴവും ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിലർ പച്ചരി പൊടിച്ചിട്ടാണ് ഇതേപോലെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. ഞാൻ ഇതേപോലെ അരിച്ചെടുക്കാറാണ്. ഇപ്പോൾ കുറച്ച് ഉപ്പാണ്, അതിൻ്റെ മധുരം മെയിൻറ്റെയിൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. അതുപോലെ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടാനായിട്ട് ഞാനിനി ഒരു തവി മൈദ മാവും കൂടെ ചേർക്കുന്നുണ്ട്. അത് ചേർത്താൽ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റാവും, കുറച്ചും കൂടെ സോഫ്റ്റായി കിട്ടും. ഒരു തവി മാവിട്ടാൽ മതിയാവും. അത് നല്ലവണ്ണം ഈ മാവിൻ്റെ കൂടി യോജിപ്പിക്കണം. അതിനുശേഷം നമുക്ക് തേങ്ങ, അത് ആവശ്യമുള്ളവർക്ക് ചെയ്യാം. തേങ്ങ നെയ്യിൽ വറുത്തെടുത്ത് ഇതിൻ്റെ കൂടെ ചേർക്കാം. ഇഷ്ടമില്ലാത്തവർ ഇത് ചേർക്കണമെന്നില്ല. എനിക്ക് വലിയ ഇഷ്ടമാണ് തേങ്ങ മൂപ്പിച്ചതുപോലെ ചേർക്കുന്നത്. അതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതലായിരുന്നു ചേർത്തിട്ടുള്ളത്, എന്നാലേ അത് നന്നായിട്ട് കടിക്കാനൊക്കെ കിട്ടി നല്ല സ്വാദ് കൂടും. അതിനുശേഷം ഒരു ഉണ്ണിയപ്പച്ചട്ടി എണ്ണയും ഒഴിച്ച് എണ്ണ നല്ല തിളയ്ക്കുമ്പോഴത്തേക്കും ഇതേപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പണ്ടുള്ളവരൊക്കെ ഇതുപോലെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് വീട്ടിലൊരു പ്രഗ്നൻറ്റ് ലേഡിയോ അല്ലെങ്കിൽ അവർ അടുത്ത് ഡെലിവറി നടക്കുന്ന ഏതെങ്കിലും പെൺകുട്ടികളോ ഒക്കെ അവിടെ കസിൻസായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് കുട്ടികളുടെ ജെൻഡറൊക്കെ നമുക്കിങ്ങനെ നോക്കാമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന സമയത്തെല്ലാം ഞങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മളെ കസിൻസ് ആരെങ്കിലും ഇതുപോലെ ഡെലിവറി ആവാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ വെറുതെ അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കും കേട്ടോ, കുട്ടി ആണാണോ പെണ്ണാണോ എന്നൊക്കെ, ചുമ്മാ വെറുതെ ഒരു രസത്തിന് വേണ്ടി കേട്ടോ. അങ്ങനെ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന സമയത്തും എൻ്റെ ഒരു കസിന് അവൾ ഡെലിവറി ഡേറ്റ് അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വെറുതെ അവളത് കുട്ടിയോ ആണാണോ പെണ്ണാണോ എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കിയത്. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കത് മനസ്സിലായി, കുട്ടിയുടെ ജെൻഡർ ഞാൻ കണ്ടുപിടിച്ചു. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോഴും ഞാൻ കണ്ടുപിടിച്ച ജെൻഡർ ശരിയാണെങ്കിൽ ഞാൻ പറയാം കേട്ടോ. അങ്ങനെ ഒരു രുചികരമായ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഈ രീതിയിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കാത്തവർ ഇതേ രീതിയിലൊന്ന് പരീക്ഷിച്ച് നോക്കണം. നല്ല സ്വാദിഷ്ടമായ ഉണ്ണിയപ്പമാണ്. അപ്പോൾ വേറൊരു വീഡിയോയുമായി അടുത്ത് കാണുന്നതുവരെ താങ്ക് യു.